മിനിസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും പരസ്പരം ഉത്തരവാദിത്തം ഉണ്ടാവേണ്ട ഒരു കലാമാമാങ്കം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ആ ഉത്തരവാദിത്തം മത്സരാർത്ഥികൾക്ക് വേണം, സംഘാടകർക്ക് വേണം, രക്ഷിതാക്കൾക്ക് വേണം. അങ്ങനെയെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് എത്ര കണ്ട് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. കുറച്ച് സ്പെഷ്യൽ രക്ഷിതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്, കുറച്ച് സ്പെഷ്യൽ രക്ഷിതാക്കൾ. അപ്പൊ മക്കളൊക്കെ മത്സരിക്കുന്നുണ്ട്. കലാമണ്ഡലത്തിന് സ്വാഗതം. കലാമണ്ഡലത്തിന്റെ രക്ഷിതാക്കളാണ് സ്പെഷ്യൽ. അപ്പൊ ഈ മത്സരമൊക്കെ തുടങ്ങാൻ ഇപ്പൊ കുറച്ച് സമയം കൂടിയുള്ളൂ. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല, അവര് സ്റ്റേജൊക്കെ കയറി കുട്ടികളല്ലേ, ചെറിയൊരു പിരിമുറുക്കം ഉണ്ടോ? ആവേശാണ്. അതെ, ആവേശ കമ്മിറ്റിയാ. അതെ, ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ അനാവശ്യമായ ഒരു സമ്മർദ്ദമൊക്കെ കുട്ടികളിൽ കൊടുക്കുന്നു. അങ്ങനെ രക്ഷിതാക്കൾ ഇതിന് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ എപ്പോഴും വിമർശനം കേൾക്കാൻ രക്ഷിതാക്കളെ കുറിച്ചാണ്. അങ്ങനെ ഉണ്ടോ? ശരി, അങ്ങനെയൊന്നുമില്ലപ്പോ. കാരണം അതൊക്കെ വെറുതെ പറയുന്നതാന്ന് തോന്നുന്നു. നമ്മളെ എന്റെ മോളുണ്ട്, ഞാൻ തലശ്ശേരിയാണ്. അവള് സ്വയം ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ്. 8ാം ക്ലാസ്സിലാണ് അവിടെ പോകുന്നത്. ഇപ്പൊ +1 ആണ്. ഇവിടെ ഇപ്പൊ സ്വാഗതത്തിന്റെ ഇത് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ സ്റ്റേജിൽ ഇരുന്നൊന്ന് കാണാം. അങ്ങനെയാണ് നമ്മളെ അനാവശ്യമായ സമ്മർദ്ദം ഒന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അവരവരുടെ വഴിക്ക് വിടുന്നു. അവര് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ അല്ലേ? ഇത് ഇവിടെ അത്ര അങ്ങനെ കാണുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ ഇപ്പൊ അവര് മത്സരമല്ല, ഇവിടെ സ്വാഗതമായിട്ട് ചെയ്യുന്നതാണല്ല, അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമ്മർദ്ദമൊന്നും നമ്മളില്ല. ഇവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ല, വെറുതെ കുട്ടികളെ പ്രശ്നമൊന്നും ചെയ്യില്ല. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മുടേത് മാത്രമായ കുറെ ചടങ്ങുകളുണ്ട്. ഇപ്പൊ പൂരത്തിന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും അത്ഭുതമാണ്. ഇത്രയും 15,000 വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് എല്ലാ താമസം കൊടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ കുറിച്ച് എന്താണ് പറയാണ്ടാവുക? നമ്മൾ കേരളീയരാണല്ലോ, നമ്മളതിന് ഒരു ഉത്തമ മാതൃകയാണ് ലോകത്തിന്, ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്. കാരണം നമുക്കിതൊക്കെ ഒരു ചെറിയൊരു ടാസ്ക് പോലെയാണ് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ വർഷങ്ങളെല്ലാം കലോത്സവം അത്രയും ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. സൈഫ് ആരോടാ ചോദിക്കുന്നത്? പൂരങ്ങളുടെ നാട് ഇത്രയും വലിയ സംഘാടനമൊക്കെ നടത്തി അവരോട് ചോദിക്കുക, ഇതൊക്കെ എന്ത് കല്ലിവല്ലി? യെസ്, അതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരാ മത്സരിക്കുന്നതെന്ന്? ആരെവിടെ സ്റ്റേജിൽ കയറുന്നേ? എന്റെ ചേച്ചിയാണോ? ചേച്ചിക്ക് വിശ്വസൊക്കെ പറഞ്ഞ രാവിലെ ആണോ? മോന് ഇതുപോലെ വലുതായിട്ട് ഇങ്ങനെ കയറി പ്രോഗ്രാം ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. എന്താ ഇഷ്ടം? ഡാൻസ് ആണോ, പാട്ടാണോ? എന്താ ഇഷ്ടം? ഡാൻസ്. ഏതാ? ക്ലാസിക്കൽ. പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കണ്ടേ? അപ്പൊ ചേച്ചിക്ക് വേണ്ടി എക്സൈറ്റഡ് ആണ്. ഒരു പാട്ട് പാടുന്ന ആരോ ഉണ്ടല്ലോ ഇതിനകത്ത്. ആരുടെ മുഖത്ത് നോക്കി? അതെ, ഇവിടെയാണ് പാട്ട് പാടുന്നത് അല്ലേ? പേര് പറയൂ. അശ്വിൻ കൃഷ്ണ. ഓക്കെ, നമ്മ പാടും, ഒരു പാട്ട് പാടും. ഇല്ല, എന്നാ വേണ്ട, ബുദ്ധിമുട്ടിക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഭാവിയിൽ കാണുന്ന ഡാൻസേഴ്സ് ആണ് നിൽക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടെ. താങ്ക് യു.